പുതിയതിൽ മാത്രമാണ് ഈ 5 സംവിധാനങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ OP ബ്ലോക്ക് ഓഗസ്റ്റ് 12-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. ആരോഗ്യവകുപ്പ് NHM മുഖേന അനുവദിച്ച 1,26,00,000 രൂപ വിനിയോഗിച്ചാണ് OP ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രി നവീകരിക്കുന്നതിന്റെയും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്താൻ അത്യാധുനിക സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടം ഘട്ടമായുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് NHM മുഖേന 1,26,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച OP ബ്ലോക്ക് ഓഗസ്റ്റ് 12-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. ആശുപത്രിയിൽ കാലഹരണപ്പെട്ടുപോയ പഴയ ജനതാ വാർഡ് പൊളിച്ചുമാറ്റിയാണ് പഴയ OP ബ്ലോക്കിനോട് ചേർന്ന് പുതിയ OP ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. രോഗികളുടെ സൗകര്യാർത്ഥം ലാബ് കളക്ഷൻ പോയിന്റ്, ഹെൽത്ത് സർവീസ്, NDC ക്ലിനിക്, ഫീഡിംഗ് റൂം, പ്ലാസ്റ്ററിംഗ് റൂം തുടങ്ങിയ 15ഓളം സംവിധാനങ്ങൾ പുതിയ OP ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്ററിംഗ് റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മളെ പുതിയതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ. നമുക്കറിയാം, നമ്മൾ പഴയതിനോട് അറ്റാച്ച് ചെയ്തായതുകൊണ്ട് തന്നെ പുതിയതിൽ മാത്രമാണ് ഈ 5 സംവിധാനങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ പഴയ റൂമിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന PMR നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്, ജനറൽ OP ഉണ്ട്, ജെറിയാട്രിക് കെയർ യൂണിറ്റ് ഉണ്ട്, ലാബ് കളക്ഷൻ. കാരണം നമുക്കറിയാം, നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡിൻ്റെ ഇരുവശവുമാണ് നമ്മുടെ ആശുപത്രി. ലാബ് വരുന്നത് നമ്മുടെ ഈ WNC ബ്ലോക്കിലായതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ ലാബ് കളക്ഷന് വേണ്ടി നമ്മളൊരു പോയിന്റ് വെക്കുന്നുണ്ട്. ഹെൽത്ത് സർവീസ് നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. NCD ക്ലിനിക്കുണ്ട്. അതോടൊപ്പം കാരണം കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ കാസ്പിന് റിസപ്ഷൻ. ഇത്രയുമാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ പുതിയ OP ബ്ലോക്കും പഴയതും കൂടി ഉള്ള ഇതിനകത്ത് ഏകദേശം 15ഓളം വരുന്ന സംവിധാനങ്ങളാണ് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. PMR, ഫിസിയോതെറാപ്പി, ജനറൽ OP, ജെറിയാട്രിക് കെയർ യൂണിറ്റ്, ഡെന്റൽ OP എന്നിവയെല്ലാം പഴയ ബ്ലോക്കിൽ തന്നെ തുടരുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിക്കും. ET മുഹമ്മദ് ബഷീർ MP മുഖ്യ അതിഥിയാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ അതിമനോഹരമായ നമ്മളെ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നല്ലവരായ എല്ലാവരും നമ്മളെ പ്രോഗ്രാമിൽ നമ്മളെ മിനിസ്റ്ററാണ് പങ്കെടുക്കുന്നത്. നമ്മളെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയോജക മണ്ഡലം MLA നജീബ് കാന്തപുരമാണ്. മുഖ്യ അതിഥിയായി നമ്മൾ പ്രിയപ്പെട്ട MP നമ്മളെ കൂടെ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് എല്ലാ HMC അംഗങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും എല്ലാവരും ഈ പരിപാടി ഗ്രാൻഡാക്കുന്നതിന് വേണ്ടി നമ്മളെ കൂടെ ഉണ്ട്. നിലവിൽ 110 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ആശുപത്രി സൂപ്രണ്ട് L ഷീനാലാൽ, ഹംസ പാലൂർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, HMC അംഗങ്ങളായ കുറ്റീരി മാനുപ്പ, E രാജേഷ്, മറ്റ് HMC അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ 15 മുതൽ. കാതിലൊരു കഥ തുടങ്ങുന്നു. സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനിയൊരു ആഘോഷമായി മാറുന്നു. ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ 90 ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല. ഓരോ പവൻ സ്വർണത്തിനൊപ്പം 2,500 രൂപ ഡിസ്കൗണ്ട്. 25,000 രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ. സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ 50 രൂപ അധികം ലഭിക്കും. ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ.